Hey guys, what's up? Welcome back to my channel. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളല്ലല്ലോ അതിൻ്റെ പ്രമാണിച്ച് ഞങ്ങളൊരു ചെറിയ വണ്ടി ട്രിപ്പ് അടിക്കുകയാണ്. കോട്ടയത്ത് എന്താ മാംഗ്രൂവ് ആണോ മാംഗോ ആണോ? മാംഗ്രൂവ് മെഡോസ് എന്ന് പറഞ്ഞിട്ട് കോട്ടയത്തുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി ട്രിപ്പ് പോയി വരാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇറങ്ങി കുറച്ച് ദൂരമായി പോണത്തരയിലെത്തി. ഇനിയുണ്ട് 1 hour ഡിസ്റ്റൻസ്, 1.5 hours ഉണ്ട്. ഇനി ഇവൻ്റെ ഉറക്കം തൂങ്ങിയിരിക്കുന്നു. അതെനിക്ക് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിക്കാൻ ചേട്ടൻ വണ്ടി ഓടിക്കുന്നത്. 300 meters, turn left to stay on Thalayulapparambu Ijumanturittu Road. ഞങ്ങളിവിടെ എത്തി, അകത്തേക്ക് കയറി. അപ്പോൾ ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. നമുക്കൊരു പേഴ്സണൽ ഗൈഡിനൊക്കെ തരും അവര്. അപ്പോൾ അതെ, ഇത് ഈ സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യാത്ത ഇത് എത്ര ചാർജ്? അതെ അല്ലേ, ഓക്കെ. ഇവിടെ നമുക്ക് ചൂണ്ട ഇട്ട് മീനെ ഫിഷിംഗ് ഏരിയ ആണ്. ഇവന്ത് മിണ്ടാതെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു കപ്പിൾ ഫ്രണ്ട്ലി കോട്ടേജ് എന്നാ പറയുക. ഇത് ഫുൾ ഇങ്ങനെ മരത്തിൻ്റെ ബേസിലാണ് നിൽക്കുന്നത് ഈ കോട്ടേജ്. അപ്പോൾ ഇതിലൊക്കെ നെക്സ്റ്റ് ടൈം വരുമ്പോൾ സ്റ്റേ ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് അത്. ക്യാമറ നമ്മുടെ ബസ് വരുന്നുണ്ട്. ബസ് പട്ടി ഇവിടെ ഇത് ഉണ്ടാക്കുന്ന സ്ഥലം കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചേട്ടൻ്റെ സഹായത്തിൽ ചെറിയ പാത്രം ഉണ്ടാക്കാം. അതിൻ്റെ പേരൊക്കെ എഴുതി ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അവിടെ ഇരിക്കുന്ന കുറച്ച് ചെറിയ ഇവിടുത്തെ ഓണറിന്റെ മെസ്സേജ് ആട്ടോ.
വായിച്ചു വെച്ചു തരാം. എണ്ണ എടുക്കണ്ട. പാഴ്മരമെന്നോതി തൻ തൊടിയിലെ നന്മരത്തെ വെട്ടിമാറ്റാനൊരുങ്ങുന്ന അത്യാഗ്രഹത്തിൻ്റെ കൈ വിറപ്പിക്കുകയാണ് മാംഗോ മെഡോസ്റ്റിൻ്റെ ലക്ഷ്യം. നല്ല രസമുണ്ട് ഇവിടെ നടക്കാനായിട്ട്. അച്ഛനമ്മമാരെ കൊണ്ടുവന്നാൽ നല്ല ഭംഗിയുണ്ടാവും. ഇവിടെ അക്വേറിയം കേട്ടോ. അവനെ സ്ട്രോളറൊന്നും മടുത്തു. അപ്പോഴത്തേക്കിൻ്റെ ഇവിടെ ഇങ്ങനത്തെ ഒരു ബോട്ട് സർവീസും കൂടി. ഇതിനാണ് ഷിക്കാര ബോട്ട്. രുദ്രകുട്ട, മുത്തശ്ശനോടും മുത്തശ്ശിമാരോടൊക്കെ ഹായ് പറയൂ. മുത്തശ്ശിമാരെ ഹായ്. ഞങ്ങളിവിടെ എൻജോയ് ചെയ്യാണ് പറയൂ. എനിക്കിവിടേക്ക് ഇഷ്ടമായി. കാഴ്ചയൊക്കെ കണ്ടു. ഞാൻ കരഞ്ഞില്ല. മിടുക്കം കൊട്ടനായിട്ട് ഇരുന്നു പറയൂ. രുദ്രുട്ടാ ഹായ് പറയൂ. രുദ്രു രുദ്രപ്പോ കുട്ടപ്പോ. അപ്പോൾ ഞങ്ങൾ കുറേ നേരമായിട്ട് അവിടെ ആ ഒരു ഹട്ടിൽ റെസ്റ്റ് എടുത്തു. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് ചെയ്യാനായിട്ട്. പക്ഷെ ഇവനെ വെച്ചുകൊണ്ട് എനിക്ക് മാറി എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ താല്പര്യമില്ല. അപ്പം അവനെ വെച്ചിട്ട് മാറി ചെയ്യാൻ കൈമാറാൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വെജ് ഓപ്ഷൻസ് വളരെ കുറവാണ്. അപ്പോൾ എനിക്കറിയില്ല, ഇവിടെ ചോദിച്ചു നോക്കണം പുറത്തുനിന്ന് ഫുഡല്ല അവിടെ ആണോ ഇല്ലയെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ, വെജിറ്റേറിയൻസിനൊക്കെ കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് അപ്പം അത് കഴിഞ്ഞു. ഞങ്ങളിങ്ങനെ നടക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഇവിടെ ഒരു പ്രൈവറ്റ് പൂളും ഉണ്ട്. അവിടെ 100 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ഇറങ്ങാം. പബ്ലിക് പൂളിൽ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവിടെ നിർത്തിയ സോറി. ഒരു ഇങ്ങനത്തെ വണ്ടികളുണ്ട് കേട്ടോ ഇവിടെ. നല്ലോണം എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. പക്ഷേ ഇവനെ ഒന്ന് കൈമാറാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സാറിന് ഇനി ഫുൾ ഫാമിലി ആയിട്ട് ഞങ്ങൾ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ സ്ഥലത്ത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫുഡിന് മാത്രം ഫുഡിന് മാത്രം ഒരു ചെറിയ എനിക്ക് ഇഷ്ടപ്പെടാതെ ഉള്ളൂ. ബാക്കിയെല്ലാം അടിപൊളിയാണ്. ഞങ്ങൾ നടക്കുന്ന വഴി കാണിച്ചത് ഒരു മിനിറ്റ്. ഇതാട്ടോ പ്രൈവറ്റ് പൂള്. അപ്പം അവിടെ പൂളിൻ്റെ 100 രൂപയാണ് പെർ പേഴ്സൺ ചാർജ് ചെയ്യുക. ഫോർ 1 hour. നമുക്ക് എന്ന് പറഞ്ഞാൽ ഇതാട്ടോ. ഇവിടെ ടോടി ബാറൊക്കെ ഉണ്ട്. ഇത് പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ സ്ഥലം. ഞാൻ തപ്പുന്നത് ഇവിടെ ഒരു തട്ടുകട പോയിട്ടുണ്ട്.
എവിടെ എത്തി? അവനതിനെ പിരിക്കാൻ വയ്യ, അത്രേ ഉള്ളു. രുദ്ര കിട്ടി. ഞങ്ങളൊരു ചായ കുടിച്ചിട്ട് പതുക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഈ വ്ളോഗ് ഞാൻ എൻഡ് ചെയ്യുക. ഫുള്ളൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല, ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് ഞാൻ അവിടെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ബിക്കോസ് രുദ്ര ഇടയ്ക്ക് കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പം അവനെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കുറേയൊക്കെ മിസ്സായിട്ടുണ്ട്. അപ്പം എന്തായാലും നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ. ആ